ഇവിടെ ശ്രീലാൽ, ഞാൻ ഓം ബിർള രണ്ടാം വട്ടവും സ്പീക്കറാകുന്നത് ഇതുപോലൊരു കാലത്ത് അതിന് പിന്നിലത്തെ BJP ആ കാൽക്കുലേഷന് പിന്നിൽ നടത്തുന്നത് എന്താണ് എന്നതുപോലെയുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ചർച്ചയിൽ ഇതുവരെ വന്ന ഒരു വിഷയത്തിലേക്കാണ്. പൊതുവിൽ പുതിയ ലോക്സഭ, 18ാം ലോക്സഭ, പുതിയ സർക്കാർ, എന്നാൽ മോദി സർക്കാരിൻ്റെ മൂന്നാം ഊഴം, അതിൽ പ്രോട്ടേം സ്പീക്കർ മുതൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെ പ്രകടമായി തന്നെ മുൻ കീഴ്വഴക്കങ്ങളൊക്കെ ലംഘിച്ച് തന്നെ BJP മുന്നോട്ട് പോകുന്നു. പക്ഷേ BJP എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടിയില്ല. ഒരു മുന്നണി സർക്കാരിലേക്ക് കൂടുതൽ വിധേയപ്പെട്ടു പോകേണ്ട സാഹചര്യം വന്നു. പ്രബലരായ രണ്ട് ഘടകകക്ഷികൾ വന്നു, TDPയും JDUവും വന്നു. പക്ഷേ അവരുള്ളതുകൊണ്ട് തന്നെ പല വിട്ടുവീഴ്ചയ്ക്കും മോദിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനും വിധേയപ്പെടേണ്ടി വരും എന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആദ്യ ദിവസങ്ങൾ നോക്കിയാൽ പ്രോട്ടേം സ്പീക്കറെ തീരുമാനിക്കുന്നതിലടക്കം യഥാർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൃത്യമായ ഒരു അവസരമായി അതുണ്ടായിരുന്നു. അത് നൽകേണ്ട ഒരു നിലയിൽ തന്നെ വന്നിട്ടും അതടക്കം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിലൂടെ ഈ പറഞ്ഞ രണ്ട് ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ പോലും ഇതിലൂടെ എന്താണ് BJP മോദി സർക്കാരും വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നത്? വിട്ടുവീഴ്ചയില്ലാതെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ തങ്ങൾ പോകും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണോ ശ്രമിച്ചിട്ടുള്ളത്? ശരത്ത്, തീർച്ചയായും ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള മെസ്സേജ് തന്നെയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീമും പുറത്തുവിടുന്ന ഒരു സന്ദേശം. അത് പ്രതിപക്ഷത്തോട് മാത്രമല്ല ആ സന്ദേശം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള ഒരു ചിത്രമുണ്ട്. എന്തുകൊണ്ട് UPയിൽ 40 സീറ്റിൽ തോറ്റു, എന്തുകൊണ്ട് UPയിൽ ഈ തോൽവി സംഭവിച്ചു തുടങ്ങിയ ഒരു ചെറിയ ഒരു പാർട്ടിക്കുള്ളിൽ, BJPക്കുള്ളിൽ തന്നെ ഒരു ചെറിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പുതിയൊരു ചേരിയുടെ വരവ്, ഇതെല്ലാം വലിയ കാരണങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സർക്കാർ രൂപീകരണം വരെയും NDA എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിനുശേഷം പഴയ തലത്തിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക്, പഴയ തൻ്റെ നിലപാടിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ കരുതിയതുപോലെ ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഈ സർക്കാരിന് മേളിൽ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുകൂടി തെളിയിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ഓം ബിർള എന്നുള്ള ചോദ്യത്തിന് മറുപടി കണ്ടെത്തിയാൽ മാത്രം മതി ഇതിനെല്ലാ കാര്യങ്ങളിലേക്കും തിരിച്ചു പോകാൻ. അതായത് പ്രോട്ടേം സ്പീക്കർ ആരാകണം എന്നുള്ള ചർച്ച വന്നപ്പോൾ ഒറ്റ നിലപാടെടുത്തു BJPയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി. അത് ഞങ്ങൾ തീരുമാനിക്കും, കീഴ്വഴക്കങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല. അതിനുശേഷം സ്പീക്കർ ആരാകും, നേരത്തെ തന്നെ നമുക്ക് ഒരു ഈ ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ വന്നപ്പോൾ തന്നെ TDP ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പണ്ട് ബാലയോഗി ഞങ്ങളുടെ സ്പീക്കറായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ബാലയോഗി സ്പീക്കറായിരുന്നു, അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്നൊരു ആവശ്യം തന്നെ TDP മുന്നോട്ട് വെച്ചതാണ്. അത് നിരാകരിക്കപ്പെട്ടു. അപ്പോൾ പുതിയൊരു ആവശ്യം TDPയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ മുന്നോട്ട് വെച്ചു. അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പുരന്ദരേശ്വരിയെ സ്പീക്കറാക്കുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതും നിരാകരിക്കപ്പെട്ടു. അപ്പോൾ തന്നെ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുക തന്നെയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ടീമും ചെയ്തത്. അതിനുശേഷമാണ് ഈ പറയുന്ന ഓം ബിർളയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ഓം ബിർളയിലേക്ക് എത്തുന്നു? ഓം ബിർള കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി അവർ പറയുന്നത് അനുസരിച്ച് സഭ നടത്തിക്കൊടുത്ത ഒരു വ്യക്തിയാണ്, ഒരു സ്പീക്കറാണ്. അതായത് ബില്ലുകൾ പാസ്സാക്കുന്നതിന് യാതൊരു ചർച്ചയുമില്ലാതെ, അതിന് യാതൊരു കീഴ്വഴക്കവും മാനിക്കാതെ, ഒരു തരത്തിലുള്ള ജനാധിപത്യ രീതികളും മാനിക്കാതെ ബില്ലുകൾ പാസ്സാക്കുന്ന ഒരു തലത്തിലേക്ക് അദ്ദേഹം ഈ സഭയെ കൊണ്ടുചെന്ന് നിർത്തി. അതോടൊപ്പം തന്നെ 100 MPമാരെ വരെ ഒരാഴ്ച കൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കിയ, പ്രതിപക്ഷത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള 100 MPമാരെ സഭയിൽ നിന്ന് പുറത്താക്കി ചരിത്രം എഴുതി ചേർത്ത ഒരു സ്പീക്കറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സ്പീക്കർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഓം ബിർള തന്നെയാണ് സ്പീക്കർ. അതായത് ഞങ്ങൾ പഴയ തലത്തിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്, അവിടെ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷത്തിനും ഒപ്പം തന്നെ BJPക്ക് ഉള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഈ UP പരാജയത്തിൻ്റെ കാരണമായി വന്നതും ഈ പറയുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ സാധിക്കാത്തതിന് നരേന്ദ്രമോദിയെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു BJPക്കുള്ളിലെ ഒരു വിഭാഗത്തിന് കൂടി മറുപടി നൽകുന്നതാണ് ഈ പറയുന്ന ആദ്യത്തെ ഘട്ടം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്.